ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്, ഒരു മാസം ആവാനായി തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ എത്ര ദിവസം മുന്നേ ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഞാൻ കുറച്ച് തിരക്കിലേന്, പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രോബ്ലംസ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു മാസം മുന്നത്തെ വീഡിയോ നവരാത്രി വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നവരാത്രി എങ്ങനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക, അതാണ് ഈ വീഡിയോയിൽ. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ കന്യാപൂജ കേട്ടോ. ഈ നവരാത്രിൻ്റെ അന്ന് തന്നെ കന്യാപൂജയും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലിങ്ങനെ വെച്ചിരുന്നു കന്യാപൂജ. അപ്പോൾ അങ്ങനെ കന്യാപൂജയും പിന്നെ നവരാത്രി രണ്ടും ഒരേ വീഡിയോയിലാണ്. കന്യാപൂജനെ പറ്റി ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. കാരണം കന്യാപൂജൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെയിം അതേപോലെ തന്നെയാണ് ഇതിലും കന്യാപൂജ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ കന്യാപൂജനെ പറ്റി. നിങ്ങൾക്ക് ഇനി കാണാം ഇന്നത്തെ പറ്റിയോ. ഇത് പൈസ കേട്ടോ, ഓരോ കന്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ പഴം. ഇവരൊക്കെ കന്യാണ് കേട്ടോ. ഇതാ പൊട്ടാറ്റോ കറി, ഇത് മത്തൻ കറി കേട്ടോ. പിന്നെ ഇത് റായ്ത്ത, ഇത് പായസം, പിന്നെ ഇതിൽ പൂരി. ഇതിലാണ് പായസം. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാട്ടോ. അപ്പൊ ഞാനും മക്കളും പിന്നെ ഹസ്ബൻഡ് നാലാളും കൂടിയാണ് പോണേ. പിന്നെ അയൽവാസത്തൊരു കുട്ടിയുണ്ട്, റിലേറ്റീവാണ്, ഹസ്ബൻഡിന്റെ റിലേറ്റീവാണ് കേട്ടോ. എല്ലാവരും കൂടി പോവാണ് അമ്പലത്തിൽ. ഇന്നാണ് ഈ നവമി. ഇന്ന് നവമിയാണ്, നാളെ ദശമി. ദശമി മീൻസ് ഇവിടെ ദശഹര എന്നാ പറയാം. ദശഹര മീൻസ് രാവണനെ കത്തിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നാളെയാണത് ദശഹരേൻ്റെ അന്ന്. ഇന്നാണ് നവമി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചര. നവമിയിലാണെങ്കിൽ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും എല്ലാ അമ്പലത്തിലൊക്കെ കാണാൻ. ചിലപ്പോൾ അമ്പലത്തിലല്ലെങ്കിലും ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നല്ല വലിയ സ്റ്റാച്ചു ഒക്കെ വെച്ച് പൂജ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പോവാൻ നിൽക്കട്ടോ. അപ്പൊ ഇനി അവിടുന്ന് കാണാം. കുട്ടില് മാറ്റി നിന്നിട്ടോ. ഹായ് ടോ. ടോലി ഹായ്. ഞങ്ങൾ നേരം വൈകിട്ടോ വന്നത്. നേരം വൈകിട്ട് വരുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാട്ടോ പ്രസാദം പൂരി കറിയാണ്. ഇനി ഞങ്ങൾ വേറെ അമ്പലത്തിലേക്കാട്ടോ പോണത്.
पीछे और लोग। चलो चलो आओ, इधर देखो, इधर पे पीछे। ഇവിടുത്തെ പ്രസാദം പായസമാണ് കേട്ടോ. पापा को दे दो बेटा। चलो आओ। ഇനി ഞങ്ങൾ വേറെ അമ്പലത്തിലേക്കാട്ടോ പോണേ. ഇത് മൂന്നാമത്തെ അമ്പലത്തിലേക്കാട്ടോ. ഇവിടെ ആണെങ്കിൽ നേരം വൈകിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ മുകളിൽ നിൽക്കുന്നത് ഹനുമാൻജിയാണ് കേട്ടോ. ഗുഹ ഉണ്ട് കേട്ടോ. ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകാനാണ് കേട്ടോ ഈ വരിക്ക് നിൽക്കുന്നത് എല്ലാവരും. ദേവിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഈ സ്റ്റാച്ചു ഒക്കെ കാണുന്നത് ആദ്യത്തെ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല. ഇനി വേറെ ഉണ്ട്, പുതിയത് വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പൂരി കറി കേട്ടോ പ്രസാദം. എല്ലായിടത്തും കേങ്ങ് കറി കേട്ടോ ഇവിടെ ഈ പ്രസാദം കിട്ടുന്നിടത്തൊക്കെ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ പണിക്ക്. ചിലവർ പൂരി പരത്തുക, ചിലവർ ആട്ട കൊയ്ക്കുക, പിന്നെ കുറേ പേര് ഫ്രൈ ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെയൊക്കെ. ഈ ഗ്രാമത്തിലുള്ള, ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരേ ഗ്രാമത്തിലുള്ള ചേച്ചിമാരട്ടോ ഇവരൊക്കെ. പിന്നെ ഇവരെല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പണി ചെയ്യുന്നത് കാണാൻ. പിന്നെ നല്ല രസമാണ് രാത്രിയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് പണി ചെയ്യുമ്പോൾ. എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പണിക്കൊക്കെ സഹായിച്ചു കൊടുക്കാൻ. പക്ഷേ എനിക്കാണെങ്കിൽ പറ്റൂല, ഞാൻ മരുമോളായതുകൊണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ചേച്ചിമാരും അമ്മായിയമ്മമാരാട്ടോ. ഇതിലൊരാളും മരുമോളുണ്ടാവില്ല. ഇനി ഞങ്ങളെ ടേണാണ് കേട്ടോ പ്രസാദം വാങ്ങാൻ. ഞങ്ങളെ ഓരോ അമ്പലത്തിൽ നിന്ന് വാങ്ങി ഞങ്ങളടുത്ത് കുറേ പ്രസാദമായി. ഇനി ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട വീട്ടിൽ. അപ്പോൾ അത്രയ്ക്കും പ്രസാദമായി ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് 4 ആൾക്കും പ്രസാദം കിട്ടും കേട്ടോ ഏത് അമ്പലത്തിൽ പോയാലും. അപ്പം അങ്ങനെ കൂട്ടി കുറേ പ്രസാദമായി. വീട്ടിലേക്ക് കവർ കൊണ്ടുവരാൻ വന്നതാട്ടോ. കാരണം കയ്യിൽ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ കവറിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ ലാസ്റ്റത്തെ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ കുറേ പെൺകുട്ടികൾ ആ ദേവീൻ്റെ രൂപം വെച്ചിട്ട് മാറ്റിയൊക്കെ നിന്നിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ. ഇവിടെയും ഉണ്ട് കേട്ടോ ഗുഹ. അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറാൻ നിൽക്കുക കേട്ടോ. ഇവിടുത്തെ ഗുഹയിൽ കയറി വന്നിട്ടോ ഇനി പ്രസാദം വാങ്ങാണ്. ഇവിടുത്തെ പ്രസാദം ഹലുവയാണ്. ഇത് റവയും കൊണ്ടാട്ടോ ഉണ്ടാക്കൽ. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ, പക്ഷേ പ്രസാദം വാങ്ങുന്നുണ്ട്. പുറത്താണ് പ്രസാദം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പ്രസാദം എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ കൂടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഓരോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു നിന്ന് തന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഡെക്കറേഷൻ. ഏറ്റവും ഭംഗിയുള്ള ഡെക്കറേഷൻ ഇവിടുത്തേതായിരുന്നു കേട്ടോ. പിന്നെ ദേവീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏറ്റവും വലിയ സ്റ്റാച്ചു ഇന്ന് ഇവിടുത്തത്. അപ്പോൾ അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു ഇവിടുത്തെ ഡെക്കറേഷൻ കാണാനും പിന്നെ ഇവിടുത്തെ ദേവീനെ കാണാനും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ ഹസ്ബൻഡ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഉണ്ടാക്കണേ. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഹസ്ബൻഡ് സംഭവം ഒക്കെ വീഡിയോസ് ഉണ്ടാക്കണത്. ഇനി ഞങ്ങൾ പ്രസാദം വാങ്ങാൻ വന്നിട്ടോ. ഇവിടെയും ഹൽവ തന്നെ കേട്ടോ. മറ്റേ റവയും കൊണ്ട് ഉണ്ടാക്കലാണ് കേട്ടോ ഈ ഹൽവ ആണ് ഇവിടെ പ്രസാദം കിട്ടിയത്. ഹസ്ബൻഡ് ആകെ ക്ഷീണിച്ചിട്ടോ വീഡിയോസ് ഉണ്ടാക്കി. ഓരാണെങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യം ഒക്കെ വീഡിയോസ് ഹസ്ബൻഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇത് വേറെ ഗുഹ കേട്ടോ, വേറെ അമ്പലത്തിൻ്റെ ഗുഹയാണ്. അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും പോവാം കേട്ടോ. ഇവിടുത്തെ ഡെക്കറേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഐസ് ക്യൂബൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് പോണ പോലെ ഫീലിംഗ് കേട്ടോ ഇവിടെ. ഞാൻ കയറിയിട്ടില്ല, കുട്ടികളൊക്കെ കയറി. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതാട്ടോ നല്ല ഫീലിങ്ങിന് ഇവിടുത്തെ ശരിക്കും ഗുഹയിലേക്ക് പോകുന്ന പോലെ. DJ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഡാൻസൊക്കെ കളിക്കാൻ തോന്നും. അപ്പോൾ കുറേ പേര് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇവിടെയും കറി പൂരി കേട്ടോ. പ്രസാദം പൊട്ടാറ്റോ കറി പിന്നെ പൂരി. ഇവിടുത്തെ പ്രസാദം കഴിയാനായി. കറി കുറച്ചുണ്ട്, പിന്നെ പൂരിയൊക്കെ നന്നായിട്ട് തീർന്നു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. സമയം കുറേ ആയി. അപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവാൻ കേട്ടോ. അങ്ങനെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും തരണം. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാനത് തീർക്കാൻ നോക്കാം.
അപ്പോൾ എന്താ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.